90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഹഡ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവിനെതിരെ CPIM-ൽ പടയൊരുക്കം. KSFE-യിലെ വിജിലൻസ് റെയ്ഡിന് പിന്നിൽ രമൺ ശ്രീവാസ്തവ എന്ന ആരോപണം. KSFE ഓഫീസുകളിലെ റെയ്ഡ് രഹസ്യ പരിശോധനയ്ക്ക് ശേഷം KSFE-യിൽ 5 ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതായി വിജിലൻസ്. റെയ്ഡിൽ അതൃപ്തി അറിയിച്ച് CPI മുഖപത്രം. KSFE-യിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. KSFE കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ കേന്ദ്രമായി മാറി. സർക്കാരിനെതിരെ UDF ജനകീയ വിചാരണ സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയിൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന. വടകരയിലെ ആസ്ഥാനത്താണ് ED പരിശോധന നടത്തിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്ന വിവരത്തിലാണ് EDയുടെ പരിശോധന. കർഷക സമരത്തിൽ കേന്ദ്ര ഇടപെടൽ. രവിശങ്കർ പ്രസാദ് സമരക്കാരുമായി അനൌദ്യോഗിക ചർച്ച നടത്തി. കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വിൽക്കാൻ അനുമതി നൽകുമെന്ന് സൂചന. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക സമരങ്ങൾ തുടരുന്നു. UP അതിർത്തിയായ ഗാസിയാബാദിൽ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ്. UP-യിൽ നിന്ന് കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക്. ഡൽഹി അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ സന്നാഹം. കർഷക സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി. ഡോളർ കടത്തിയ കേസിലും M ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ടെന്ന് കസ്റ്റംസ്. സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും മൊഴികൾ മുദ്രവെച്ച കവറിൽ കസ്റ്റംസ് കോടതിക്ക് കൈമാറി. M ശിവശങ്കറെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും കസ്റ്റഡി നീട്ടണമെന്നും ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകി. അല്പസമയത്തിനുള്ളിൽ M ശിവശങ്കറിനെ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഹാജരാക്കും. കപ്പൽ മാർഗവും നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടന്നതായി എൻഫോഴ്സ്മെന്റ് നിഗമനം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് DYSP ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് VK ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുന്നത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. കൊച്ചി ചക്കരപ്പറമ്പിൽ KSRTC ബസ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. മരിച്ചത് ഡ്രൈവർ അരുൺ സുകുമാർ. 26 പേർക്ക് പരിക്ക്. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് മീഡിയനിൽ കയറി മറിയുകയായിരുന്നു. 4 പേരുടെ നില ഗുരുതരം. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജുവലറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് ജാമ്യഹർജിയിൽ വാദം. ജാമ്യഹർജിയിൽ സർക്കാർ ഇന്ന് കോടതിയെ നിലപാടറിയിക്കും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. തെക്കൻ കേരളത്തിൽ നാളെ മുതൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ ബുധനാഴ്ച അതിതീവ്ര മഴ. ഇടുക്കിയിൽ റെഡ് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തമിഴ് സൂപ്പർ താരം രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉടനുണ്ടായേക്കും. തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് രജനീകാന്ത്. ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ അനുയായികൾ ചുമതലപ്പെടുത്തിയതായും രജനീകാന്ത്. രജനി മക്കൾ മണ്ഡലം പ്രതിനിധികളുമായി ഇന്ന് താരം ചർച്ച നടത്തി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളായ അബൂബക്കർ പഴയടത്ത്, അബ്ദു PT, മുഹമ്മദ് അൻവർ, മുഹമ്മദ് ഷഫീഖ് എന്നിവരടക്കം 10 പേരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് NIAയുടെ ആവശ്യം. പ്രതികൾ തീവ്രവാദ ബന്ധമുള്ളവരാണെന്നും സ്വർണ്ണക്കടത്തിലെ ഗൂഢാലോചനയിൽ പ്രതികൾക്ക് പങ്കുള്ളതായും NIA കോടതി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്ന് ഉമ്മൻചാണ്ടി. താനായി ഒന്നും പറയുന്നില്ലെന്നും പുറത്തു പറഞ്ഞാൽ വേദനിക്കുന്ന ചിലരുണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി. പാർട്ടിയിൽപ്പെട്ടവർ ആരും തനിക്കെതിരെ പ്രവർത്തിക്കില്ലെന്ന് വിശ്വസിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ B പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ പ്രതിമയിൽ അജ്ഞാതർ കരിയോയിൽ ഒഴിച്ചു. വാരണാസിയിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയിലാണ് കരിയോയിൽ ഒഴിച്ചത്. സംഭവത്തിൽ BJPയുടെ ഗൂഢാലോചനയെന്ന് കോൺഗ്രസിന്റെ ആരോപണം.
കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2311 ഗ്രാം സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി. വിപണിയിൽ 1,15,00,000 രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 35,760 രൂപയായി. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 4,470 രൂപയാണ് ഇന്നത്തെ വില. രണ്ടാഴ്ചക്കിടെ പവന് 2,400 രൂപയാണ് കുറഞ്ഞത്. രാജ്യത്ത് 38,772 പുതിയ കോവിഡ് കേസുകൾ. 443 പേർ വൈറസ് ബാധ മൂലം പുതുതായി മരിച്ചു. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 94%. കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ചർച്ച നടത്തും. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6,30,00,000 പിന്നിട്ടു. രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 14,64,743 4,35,26,888 പേർക്ക് രോഗമുക്തി. ദേശീയവാർത്ത. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയുടെ കശ്മീർ വിഷയത്തിലെ പരാമർശത്തിൽ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. കശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് നടത്തിയ വിലയിരുത്തലാണ് ഇന്ത്യ അമർഷം അറിയിച്ചത്. ഒഡീഷയിൽ പുതുതായി 418 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,12,725. ഒഡീഷയിൽ ഇതുവരെ രോഗമുക്തി നേടിയവർ 3,11,256. കോവിഡ് വാക്സിൻ പ്രവർത്തനങ്ങളിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാക്സിൻ നിർമ്മാതാക്കളുമായി ഇന്ന് നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. വാക്സിൻ വികസനത്തിനായുള്ള വിവിധ സാധ്യതകൾ ചർച്ചയായി. കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. പങ്കെടുക്കുന്നവരുടെ എണ്ണം 200 നിന്ന് 100 പരിമിതപ്പെടുത്തി. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിടുന്നുവെന്ന ചെന്നൈ സ്വദേശിയുടെ ആരോപണം നിഷേധിച്ച് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. നാഡീ സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ 5 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കത്തയച്ചിരുന്നു. പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുവെന്ന പ്രസ്താവന തിരുത്തി കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. കോൺഗ്രസുകാരനായ തന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും ആനന്ദ് ശർമ്മ. ഹൈദരാബാദിനെ നൈസാം ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ. ജനാധിപത്യ മൂല്യങ്ങൾ പുനഃസ്ഥാപിച്ച് ഒരു പുതിയ സമൂഹം നിർമ്മിക്കുമെന്നും അവകാശവാദം. കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തി തമിഴ്നാട് സർക്കാർ. UG അവസാന വർഷ ക്ലാസുകൾ അടുത്ത മാസം 7 ആരംഭിക്കും. മറീന ബീച്ച് ഡിസംബർ 14 ശേഷം വീണ്ടും തുറക്കും. 50% ആളുകൾക്ക് പ്രവേശനാനുമതി. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറിനെതിരെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. കർഷക പ്രശ്നം ചർച്ച ചെയ്യാൻ ഔദ്യോഗിക മാർഗം ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അമരീന്ദർ സിംഗ്. വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച ചെയ്യാറുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ. പഞ്ചാബ് മുഖ്യമന്ത്രിയുമായി കർഷക പ്രശ്നം ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഖട്ടർ ആരോപിച്ചിരുന്നു. RT-PCR നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ച് ഡൽഹി സർക്കാർ. നിരക്ക് കുറയ്ക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നവർക്ക് പുതിയ തീരുമാനം സഹായകരമാകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മധ്യപ്രദേശിലെ ബൊറൈന മാർക്കറ്റിൽ വെടിവെപ്പ്. കർഷകരുടെ 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് വെടിവെപ്പുണ്ടായത്. FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങി. കോവിഡ് ഭേദമായ യുവതി ജന്മം നൽകിയ കുഞ്ഞിന്റെ ശരീരത്തിൽ ആന്റിബോഡികളുടെ സാന്നിധ്യം. ഗർഭിണികളിൽ നിന്നും കുഞ്ഞിലേക്ക് കോവിഡ് പകരുമോ എന്ന വിഷയത്തിൽ നടക്കുന്ന പഠനത്തിൽ ഇത് നിർണായക വഴിത്തിരിവാകുമെന്ന് വിലയിരുത്തൽ. ബോളിവുഡ് നടിയും മുൻ കോൺഗ്രസ് നേതാവുമായ ഊർമിള മതോദ്കർ ശിവസേനയിലേക്ക്. അംഗത്വം നാളെ സ്വീകരിക്കും. ശിവസേന തലവനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയിൽ നിന്നാണ് നടി അംഗത്വം സ്വീകരിക്കുക. ഡൽഹിയിൽ അതിശൈത്യം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും തണുപ്പേറിയ നവംബറാണ് ഡൽഹിയിലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നവംബറിൽ ഡൽഹിയിലെ ശരാശരി താപനില 12.9 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 6.3 ഡിഗ്രി സെൽഷ്യസും. അതേസമയം കഴിഞ്ഞ നവംബറിൽ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സിനിമാ താരം രാഹുൽ റോയ്ക്ക് മസ്തിഷ്കാഘാതം. LAC ലിവ് ദ ബാറ്റിൽ ഇൻ കാർഗിൽ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോഴാണ് മസ്തിഷ്കാഘാതം ഉണ്ടായത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ നാനാവതി ആശുപത്രിയിലേക്ക് മാറ്റി.
ബംഗളൂരു അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ G20 ഗ്ലോബൽ സ്മാർട്ട് സിറ്റി സഖ്യത്തിൽ. വേൾഡ് ഇക്കോണമിക് ഫോറത്തിന് കീഴിലുള്ള പെരി സിറ്റികളുടെ പട്ടികയിലാണ് രാജ്യത്തെ 4 നഗരങ്ങൾ ഇടം പിടിക്കുന്നത്. ഹൈദരാബാദ്, ഫരീദാബാദ്, ഇൻഡോർ എന്നിവയാണ് മറ്റു നഗരങ്ങൾ. രാജസ്ഥാനിലെ വിവിധ ജില്ലകളിൽ അടുത്ത മാസം 31 വരെ രാത്രികാല കർഫ്യൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിനിമാ ഹാളുകളും തുറക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഗുജറാത്തിലെ കോവിഡ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ രോഗികൾ മരിച്ച സംഭവത്തിൽ കേസെടുത്തു. മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാത്തതിന് ചെയർമാനടക്കം 5 പേർക്കെതിരെ നടപടി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഐസിയുവിലുണ്ടായിരുന്ന 5 പേർ മരിച്ചിരുന്നു. ഓൺലൈനായി വാദം കേൾക്കുന്നത് തുടരണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ ബോംബെ ഹൈക്കോടതിയിൽ. ആവശ്യമുന്നയിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിൽ അടുത്ത മാസം മുതൽ നേരിട്ട് വാദം കേൾക്കുന്നത് പുനരാരംഭിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന്. നിർബന്ധിത മതപരിവർത്തന നിയമത്തിന്റെ പരിധിയിൽ ആദ്യ കേസ് യുപിയിലെ ബറേലി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. ഉവൈഷ് അഹമ്മദ് എന്ന യുവാവിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗുരുനാനാക്കിന്റെ 551 ജന്മദിനം ഇന്ന്. അമൃത്സറിലെ സുവർണക്ഷേത്രം ദീപപ്രഭയിൽ. മൻ കി ബാത്തിൽ സിഖ് ഗുരു ഗോവിന്ദ് സിംഗിന് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. അന്തർദേശീയ വാർത്തകൾ. ബ്രിട്ടനിൽ അടുത്തയാഴ്ചയോടെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ നൽകിയേക്കുമെന്ന് റിപ്പോർട്ട്. ഫൈസർ ബയോഎൻടെക്കിന്റെ AC വാക്സിൻ നൽകാൻ ധാരണ. അടുത്ത മാസം ആദ്യത്തോടെ 40 മില്യൺ ഡോസ് മരുന്നുകളുടെ ആദ്യ ഗഡു ബ്രിട്ടനിലെത്തും. ലബനനിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇന്ന് മുതൽ ഇളവുകൾ. റെസ്റ്റോറന്റുകൾക്ക് 50% സീറ്റിംഗ് കപ്പാസിറ്റിയോടെ പ്രവർത്തനം പുനരാരംഭിക്കാം. ക്രിസ്മസിന് മുന്നോടിയായി രാജ്യത്തിന് സാമ്പത്തിക ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇളവ് നൽകുന്നതെന്ന് ആക്ടിംഗ് ഹെൽത്ത് മിനിസ്റ്റർ ഹമദ് ഹസൻ. ഉത്തര കൊറിയയിൽ കോവിഡ് പ്രതിരോധത്തിന്റെയും സാമ്പത്തിക നഷ്ടത്തിന്റെയും പേരിൽ ആളുകളെ കൊലപ്പെടുത്തുന്നുവെന്ന് ദക്ഷിണ കൊറിയൻ ഏജൻസിയുടെ റിപ്പോർട്ട്. നിരോധിത മേഖലയിൽ മീൻ പിടിച്ചതിനും കോവിഡ് പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിച്ചെന്ന പേരിലും 2 പേരെ കൊന്നെന്നാണ് റിപ്പോർട്ടുകൾ. കിം ജോങ് ഉന്നിനെതിരെ വാർത്ത പുറത്തുവിട്ടത് ദക്ഷിണ കൊറിയൻ ചാര സംഘടന. എത്യോപ്യയിലെ ടിഗ്രേ മേഖലയിലേക്ക് ആളുകളെ തിരികെ എത്തിക്കുമെന്ന് ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ സംഘടന. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് 1 ലക്ഷത്തിലധികം ആളുകളാണ് മേഖലയിൽ നിന്ന് പലായനം ചെയ്തത്. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി $14 കോടി വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭ. നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസ് ദ ക്രൗണിന്റെ ഉള്ളടക്കത്തിന് ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധമില്ലെന്ന് ബ്രിട്ടീഷ് സാംസ്കാരിക മന്ത്രാലയം. സീരീസിന്റെ ഉള്ളടക്കം സാങ്കല്പികമാണെന്ന് വ്യക്തമാക്കണമെന്ന് നെറ്റ്ഫ്ലിക്സിനോട് ആവശ്യപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒലിവർ ഡോഡൺ. ബഹ്റിൻ ഫോർമുല 1 കാറോട്ട മത്സരത്തിനിടെ അപകടം. ഹാസ് ഫെരാരിയുടെ റോമൻ ഗ്രോസ്റ്റീൻ ഓടിച്ച കാർ അപകടത്തിൽ തകർന്ന് തീപിടിച്ചു. ഗ്രോസ്റ്റീൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മത്സരത്തിൽ 18ാം സ്ഥാനത്തായിരുന്നു റോമൻ ഗ്രോസ്റ്റീൻ. ബെലാറസിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. തലസ്ഥാനമായ മിൻസ്കയിൽ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത 100 കണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്ത് സുരക്ഷാ സേന. വിവിധയിടങ്ങളിൽ പ്രതിഷേധ റാലികൾ തടഞ്ഞു. ഇസ്രയേലിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കിഴക്കൻ നൈജീരിയയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 110. കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടന്നത് കോഷാബ് ഗ്രാമീണ മേഖലയിൽ. ഭീകരമായ കൂട്ടക്കൊലയെന്ന് ഐക്യരാഷ്ട്രസഭ. അഫ്ഗാനിസ്ഥാനിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 40. ഗസ്നി നഗരത്തിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. താലിബാനുമായി അഫ്ഗാൻ സർക്കാർ സമാധാന ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് സംഭവം. ഇറാഖിൽ ചെറുകിട എണ്ണ ശുദ്ധീകരണ ശാലകൾ അടച്ചു. ക്രൂഡ് ഓയിൽ സംഭരിക്കുന്ന ടാങ്കുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് നടപടി. നോർവേയിലെ നൈഹാംന ഗ്യാസ് പ്ലാന്റിലെ പ്രവർത്തനം പുനരാരംഭിച്ചു. യൂറോപ്പിലേക്കുള്ള ഗ്യാസ് എക്സ്പോർട്ട് പ്രവർത്തനമാണ് തുടങ്ങിയത്. പ്ലാന്റിലെ തൊഴിലാളികളുടെ സമരം മൂലം പ്രവർത്തനം നിർത്തിവെക്കുന്നതായി കമ്പനി അറിയിച്ചിരുന്നു. സൗദി അറേബ്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഗഗ്ര പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. 2000 വർഷത്തിനിടെ ഇതാദ്യമായാണ് രാജ്യത്തെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഹെഗ്രയിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. പുരാതന അറബ് ജനതയായ നബാറ്റിയൻസ് ആണ് മരുഭൂമിയിൽ ഈ നഗരം നിർമ്മിച്ചത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലിന് നേരിയ പരിക്ക്. വളർത്തുനായ്ക്കൊപ്പം കളിക്കുമ്പോഴാണ് ബൈഡന് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അമേരിക്കയിൽ വരും ആഴ്ചകളിൽ കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുമെന്ന് മുതിർന്ന ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൗച്ചി.
താങ്ക്സ് ഗിവിംഗ് ദിനത്തെ അവധിയിൽ ദശലക്ഷക്കണക്കിന് പേരാണ് സ്വന്തം വീടുകളിലേക്ക് യാത്ര ചെയ്യുന്നതെന്നും ഇത് അത്യന്തം അപകടകരമാണെന്നും ഫൗച്ചി ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ സൈനികൻ അഫ്ഗാനിലെ ഒരു കുട്ടിയെ കൊല്ലുന്നതായുള്ള വ്യാജ ചിത്രം സർക്കാർ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതിന് ചൈന മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഓസ്ട്രേലിയ. വ്യാജ ചിത്രം പങ്കുവച്ചതിൽ ചൈന ലജ്ജിക്കണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. ചില ഓസ്ട്രേലിയൻ സൈനികർ നടത്തിയ യുദ്ധക്കുറ്റങ്ങൾ എന്ന പേരിലാണ് ചിത്രം ചൈനീസ് സർക്കാർ പങ്കുവച്ചത്. ഇരു രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് സംഭവം. മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘത്തിൽ പൂർണ്ണമായും വനിതകളെ നിയമിച്ച് നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡൻ. കേറ്റ് ബെഡിംഗ്ഫീൽഡ് ആയിരിക്കും സംഘത്തിന് നേതൃത്വം നൽകുക. ജെൻ സാഗി ആയിരിക്കും പ്രസ് സെക്രട്ടറി. സിമോൺ സാൻഡേഴ്സ്, ആഷ്ലി എച്ചിൻ എന്നിവരായിരിക്കും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ മാധ്യമ സഹായികൾ. ദുബായിൽ ഡിസംബർ 1 മുതൽ വൈദ്യുതി ജലനിരക്കുകൾ കുറയും. വൈദ്യുതി നിരക്കും ജലത്തിനും ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്ധന സർചാർജ് കുറയ്ക്കുന്നതായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ പ്രവേശനം അടക്കമുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കുന്ന സംവിധാനത്തിന് UAE തുടക്കമായി. അറബ് ലോകത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഖത്തറിൽ പുറത്തുപോയി മടങ്ങുന്നവർക്ക് ഓട്ടോമാറ്റിക് റീ എൻട്രി പെർമിറ്റ് പ്രാബല്യത്തിൽ. ഖത്തറിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് എക്സെപ്ഷണൽ എൻട്രി പെർമിറ്റ് അപേക്ഷ കൂടാതെ ലഭിക്കുമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അറിയിച്ചു. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ വിഭാഗം OP ദിവസങ്ങളിൽ മാറ്റം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന OP ഡിസംബർ 1 മുതൽ ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളായിരിക്കും പ്രവർത്തിക്കുക. തിരുവനന്തപുരത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന കരമന കളിയിക്കാവിള ദേശീയപാതയിലെ പ്രാവച്ചമ്പലം മുതൽ ബാലരാമപുരം വരെയുള്ള ഭാഗത്ത് ചെമ്പക തൈകൾ നട്ടു. 4 കിലോമീറ്റർ റോഡിന്റെ ഡിവൈഡറിലാണ് ചെമ്പകവും പിച്ചിയും മുല്ലയും ഉൾപ്പെടെ നട്ടുപിടിപ്പിച്ചത്. സ്റ്റേറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ട നിർമ്മാണം. കൊല്ലം അഞ്ചലിൽ വയോധികയ്ക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നും നാട്ടുകാർ. കൊല്ലം പുനലൂർ കല്ലടയാറിന്റെ തീരത്ത് വിശ്രമ കേന്ദ്രവും പാർക്കും ഒരുങ്ങുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് 40 ലക്ഷം രൂപ ചെലവഴിച്ച്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഫണ്ട് അനുവദിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല മേജർ ഇറിഗേഷൻ. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ശബരിമലയിൽ തെർമൽ സ്കാൻ സംവിധാനമൊരുക്കി ദേവസ്വം ബോർഡ്. കോവിഡ് സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം. പമ്പയിലെ പോലീസ് മെസ് താൽക്കാലികമായി അടച്ചു. 10ലധികം പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പോലീസ് മെസ്സിലെ ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. കോട്ടയം മാർക്കറ്റിൽ വയോധികയുടെ മാല പൊട്ടിച്ച് കടന്ന 2 പേർ പിടിയിൽ. അറസ്റ്റായത് കഞ്ഞിക്കുഴി സ്വദേശി അനീഷ്, ആയൂർ സ്വദേശി ജനാർദ്ദനൻ എന്നിവർ. ഇവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത 4.5 പവൻ സ്വർണ്ണമാല പിടികൂടി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവ ദിവസങ്ങളിൽ പ്രവേശനത്തിനായുള്ള വെർച്വൽ ക്യൂ സംവിധാനത്തിലും കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങി. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ബാരിക്കേഡുകൾ നിർമ്മിച്ച് ദർശനം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. പ്രോഗ്രാമിൽ വ്യക്തമാക്കിയിട്ടുള്ള ദർശന സമയങ്ങളിൽ മാത്രമേ ഭക്തരെ അകത്തേക്ക് വിടൂ. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കും. ഇതിന്റെ ആദ്യപടിയായി കെൽട്രോൺ അധികൃതരുടെ നേതൃത്വത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചു. ഇടുക്കി ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. കെ ശ്രീജിത്തിന്റെ വീട്ടുപറമ്പിലെ മരച്ചീനി കൃഷിയാണ് നശിപ്പിച്ചത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇറക്കിയ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. ഇടുക്കി കൊളുന്തുപുറയിൽ അനധികൃതമായി ആറ്റുമണൽ കടത്തിയ വാഹനം പിടികൂടി. പുറച്ചെ ശങ്കരഗിരി ചെങ്കര ഭാഗത്ത് വെച്ചാണ് ഉപ്പുതറ പോലീസ് വാഹനം പിടിച്ചെടുത്തത്. അനധികൃത മണൽ കടത്തിനെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. ഇടുക്കി ഉപ്പുതറ മേച്ചേരിക്കട ഇച്ചക്കാനം റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി പ്രദേശവാസികൾ. ആദ്യ കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറയിലെ റോഡ് വർഷങ്ങളായി ഗതാഗതയോഗ്യമല്ലെന്ന് നാട്ടുകാർ. പ്രളയത്തിൽ തകർന്ന ഇടുക്കിയിലെ അരുവിക്കൽ തൂക്കുപാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു. 15ലധികം കുടുംബങ്ങൾ ദുരിതത്തിൽ. പാലം തകർന്നതോടെ ഏലപ്പാറ, കരിന്തിരിവ് എന്നീ സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. പ്രാദേശിക വിഷയങ്ങൾ അടിസ്ഥാനമാക്കി നിലപാട് സ്വീകരിക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം. ഭൂവിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും സമിതി. എറണാകുളം അങ്കമാലി മുനിസിപ്പാലിറ്റി കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. തമിഴ്നാട് സ്വദേശി തിരുമണിയാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ.
പാലാരിവട്ടം മേൽപ്പാലത്തിൽ പുതിയ ഗർഡറുകൾ വ്യാഴാഴ്ച മുതൽ സ്ഥാപിക്കും. പിയർ ക്യാപ്പുകളിൽ പുതിയ ഗർഡറുകൾ ഇന്നു മുതൽ സ്ഥാപിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. സാങ്കേതിക കാരണങ്ങളാലാണ് തീയതി മാറ്റിയത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനം. സന്ദർശകരെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പാലക്കാട് കന്യമ്പുറം പഴയ പാലത്തിന്റെ നവീകരണം തുടങ്ങി. പാലത്തിന്റെ കൈവരികളുടെ പുനർനിർമ്മാണവും ടാറിംഗും അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുന്നു. പഴയ പാലം നവീകരിച്ച് പുതിയ പാലത്തിനൊപ്പം ഗതാഗതത്തിന് ഉപയോഗിക്കും. മലപ്പുറം വളാഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് കോട്ടപ്പുറം സ്വദേശി വിനീഷ്. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം. അപകടത്തിന്റെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന ബുക്കാരി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായി 60ഓളം വിഷയങ്ങളിൽ മത, സാമൂഹ്യ, രാഷ്ട്രീയ, സാഹിത്യ രംഗങ്ങളിലെ 100-ലേറെ പ്രമുഖർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഡിവൈഎസ്പി VM അബ്ദുൽ വഹാബിന് കോഴിക്കോട് സ്വീകരണം നൽകി. വാണിമേൽ ബാലവാടി റെസിഡൻസ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗം TK മജീദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് MP MK രാഘവന് കോവിഡ് സ്ഥിരീകരിച്ചു. ഓഫീസ് അടച്ചിടും. അടുത്തിടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്ന് MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. കോഴിക്കോട് വാണിമേൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 5 പേരെ രക്ഷിച്ച PK മുഹൈമിൻ, V ഷാമിൽ എന്നിവർക്ക് സ്വീകരണം നൽകി. വടകര താലൂക്ക് ജനനിർമ്മാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഗാനരചയിതാവ് EV വത്സൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ബത്തേരിയിൽ അടച്ചിട്ട വീട്ടിൽ വൻ മോഷണം. 21 ലക്ഷം രൂപയും 25 പവൻ സ്വർണവും മോഷണം പോയി. മാളപ്പുറയിൽ അബ്ദുൽ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കേസിൽ ബത്തേരി പോലീസ് അന്വേഷണം തുടങ്ങി. വയനാട് ജില്ലയിൽ കളക്ടറുടെ വിലക്ക് ലംഘിച്ചെത്തിയ സഞ്ചാരികളെ പോലീസ് പിടികൂടി പിഴ ചുമത്തി. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കമ്പളക്കാട്ട് കുറുമ്പാലക്കോട്ട മലമുകളിലെ സൂര്യോദയം കാണാൻ 1000-ഓളം പേരാണ് കഴിഞ്ഞ ദിവസം മലമുകളിൽ എത്തിയത്. വയനാട് ജില്ലയിലെ ടൂറിസം മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് വയനാട് ടൂറിസം അസോസിയേഷൻ. തുടരെയുള്ള നിയന്ത്രണങ്ങൾ ടൂറിസം മേഖലയെ ഇല്ലാതാക്കുമെന്നാണ് അസോസിയേഷന്റെ വാദം. കാസർഗോഡ് ജില്ലയിൽ വിദേശമദ്യം പിടികൂടി. 160 പാക്കറ്റ് കർണാടക നിർമ്മിത വിദേശമദ്യമാണ് പോലീസ് പിടികൂടിയത്. മദ്യം സൂക്ഷിച്ചയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ പരിശോധന നടത്തിവരികയാണെന്ന് SA റസാഖ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ സെക്ടറൽ ഓഫീസർമാർക്കുള്ള പരിശീലനം ആരംഭിച്ചു. രാവിലെ 10 മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെയും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിശീലനം. കാസർഗോഡ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെയാണ് സൈക്ലോത്തോൺ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. റാലി ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. BJPയുടെ കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എലേരി പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണ് നടപടിയെന്ന് BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങൾക്കിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമുയർത്തിയെന്ന് വ്യാജ പ്രചാരണം. 2019 ക്രിക്കറ്റ് ലോകകപ്പിനിടെ സിഖ് വംശജർ പാകിസ്ഥാൻ ഖലിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഡൽഹിയിലെ കർഷക പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന ചിത്രങ്ങൾക്ക് ഇപ്പോഴത്തെ കർഷക സമരവുമായി ബന്ധമില്ല. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജോർജ് ഫ്ലോയിഡിന്റെ മകളുടെ മുൻപിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥയിലേക്ക്. അമേരിക്കയുടെ തെരുവുകളെ പ്രതിഷേധ കടലാക്കി മാറ്റിയ CG ബ്രൗൺ എന്ന പേരിലുള്ള കുട്ടിയുമായി ബൈഡൻ സംസാരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് വ്യാജവാദത്തോടെ പ്രചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടയിൽ ഡീട്രോയിൽ വെച്ച് പകർത്തിയ ചിത്രമാണിത്. 24 ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ S മില്ലിസ് എന്ന റോയിറ്റേഴ്സ് പിക്ചേഴ്സിന്റെ നോർത്ത് അമേരിക്കൻ എഡിറ്ററാണ് ചിത്രം പകർത്തിയിരിക്കുന്നത്. ഇതിൽ CG ബ്രൗണുമായി സംസാരിക്കുന്നുവെന്ന കുറിപ്പുമുണ്ടായിരുന്നു. ജോ ബൈഡന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഇതേ ചിത്രമുണ്ട്. അതിനാൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണ്. ഇപ്പോൾ കിട്ടിയത്
കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. ഡിസംബർ 4-നാണ് സർവകക്ഷി യോഗം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ ലൈസൻസുള്ള തോക്ക് കൈവശമുള്ളവർ ഡിസംബർ 1-ന് മുൻപ് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. അഴിമതിക്കെതിരെ UDF സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സ് ഡിസംബർ 2-ന് നടക്കും. മുഖ്യമന്ത്രി രാജിവെക്കുക, പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ MLA-മാർക്കുമെതിരായ കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 2-ന് വൈകുന്നേരം 5 മണി മുതൽ 6 വരെയാണ് ജനകീയ സദസ്സ്. കർഷക സംഘടനകളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തിയേക്കും. അമിത്ഷായുമായി സംസാരിച്ചെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷൻ. ചർച്ച നടത്തുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടെ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 64 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. 1322 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. കർണാടക സ്വദേശികളായ മുഹമ്മദ് ഷമാസ്, മുക്താർ അഹമ്മദ് സിറാജുദ്ദീൻ, ഷബാസ് അഹമ്മദ് എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. 3 ഐഫോണുകളും പിടിച്ചെടുത്തു.